നികുതി കുറക്കാൻ തയ്യാറായി. അതിൻ്റെ ഭാഗമായി 509 കോടി രൂപയുടെ നികുതി ഇളവ് അന്ന് ജനങ്ങൾക്ക് ഒറ്റയടിക്ക് നൽകുകയും ചെയ്തു. സർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേ വാചകത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംസ്ഥാനത്തോട് പറയേണ്ടത്. അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് പാലിക്കാൻ ഇപ്പം തയ്യാറുണ്ടോ? അതാണ് വരുന്ന പ്രശ്നം. അതിനാണ് അദ്ദേഹം വിശദീകരണം യഥാർത്ഥം നൽകേണ്ടിയിരുന്നത്. ധവളപത്രം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് വരുമ്പോൾ നമുക്ക് കാണാം. അതിനെക്കുറിച്ച് എന്താണോ പറയാനുള്ളത് ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞോളാം. ആ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. സർ, ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യുകയാണ്. സഭാ നടപടികൾ അറിയാത്തതുകൊണ്ടാണ് സാർ ഈ സഭയിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നം വളരെ ഗുരുതരമാണെന്ന് മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിൻ്റെ സമീപ ഭൂതകാല ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ളൊരു സ്തംഭനാവസ്ഥ കേരളം അഭിസംബോധന ചെയ്യുകയാണ്. സാർ ഇവിടെ പറഞ്ഞതുപോലെ പാചകവാതകത്തിന്, പെട്രോളിന്, ഡീസലിന് എല്ലാത്തിനും വില കൂട്ടിയ നടപടി ഉണ്ടാവുകയാണ്. ക്രൂഡ് ഓയിൽ ബാരലിന് വില കൂടുമ്പോൾ ആ വില കൂടുന്നത് കൂട്ടുകയും, എന്നാൽ ബാരലിന് ക്രൂഡ് ഓയിലിന് വില കുറയുമ്പോൾ ആ കുറഞ്ഞത് കുറയ്ക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നൊരു സമീപനമാണ് സാർ അക്ഷരാർത്ഥത്തിലുള്ള പ്രശ്നം. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്തംഭനാവസ്ഥ. പെട്രോൾ, ഡീസൽ വില കൂടിയത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാസ് കിട്ടാതിരിക്കുന്നത്. ജനുവരി മാസത്തിൽ 1691 രൂപയുണ്ടായിരുന്ന ഗ്യാസിന് തിരുവനന്തപുരത്ത് 3152 വരെ വാണിജ്യ ഗ്യാസിന് വർദ്ധിപ്പിച്ചതടക്കം ഗ്യാസ് രംഗത്തുണ്ടായ സ്തംഭനാവസ്ഥയും വിലവർധനവും. സാർ നേരത്തെ ഇവിടെ പറഞ്ഞ